മാരകമല്ല ഈ പെല്ലറ്റ് ഗണ്ണുകൾ എന്ന അവകാശവാദം ഉയർത്തുമ്പോൾ പോലും എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത് നമുക്ക് വിശദമായി പരിശോധിക്കാം. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന പെല്ലറ്റ് ഗണ്ണുകൾ മാരകമല്ല എന്നതാണ് പോലീസിന്റെ അവകാശവാദം. പക്ഷേ മനുഷ്യ ശരീരത്തിൽ ഏൽപ്പിക്കുന്ന പരിക്കുകൾ അത് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഓരോ അവയവത്തെയും ഇത് എങ്ങനെ ബാധിക്കുന്നു നോക്കാം. ഏറ്റവും പ്രധാനം കണ്ണാണ്. നമ്മുടെ ശരീരഭാഗം ഇതാണെങ്കിൽ കണ്ണിനെ എങ്ങനെയാണ് അത് ബാധിക്കുന്നത് നോക്കൂ. കോർണിയ, ലെൻസ്, റെറ്റിന തുടങ്ങിയവയ്ക്കൊക്കെ ക്ഷതമേൽക്കാം. അതായത് കാഴ്ചശക്തിയെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ഈ പെല്ലറ്റ് ഗൺ പ്രയോഗം പ്രശ്നമായേക്കുമെന്നതാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. മറ്റൊന്ന് നമ്മുടെ മുഖഭാഗമാണ്. മുഖമെന്ന് പറയുമ്പോൾ മൂക്കും വായും താടിയെല്ലും ഇവിടെയൊക്കെ ക്ഷതമേൽക്കുന്നതിനിടയാക്കും. നമ്മൾ പല വിദ്യാർത്ഥികളുടെയും മുഖം കണ്ടിരുന്നു. അത്രമേൽ വീങ്ങിയിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ വലിയ രീതിയിൽ ഇത് മാരകമായി തന്നെ ബാധിക്കും. താടിയെല്ലിനെ ഉൾപ്പെടെ ബാധിക്കും. മറ്റൊന്ന് തലച്ചോറിനേൽക്കുന്ന പരിക്കാണ്. അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. ബോധക്ഷയത്തിനും രക്തസ്രാവത്തിനും ഒക്കെ ഇടയാക്കുകയും ചെയ്യും. തലച്ചോറിന് പരിക്കേറ്റാൽ നമുക്കറിയാം അത് ഓർമ്മശക്തിയെ പോലും ബാധിക്കുന്നതിലേക്ക് മാറുകയും ചെയ്യും. കഴുത്തിന് പരിക്കേറ്റാൽ സംഭവിക്കുന്നത് അത് രക്തക്കുഴലുകളെ ബാധിക്കും, ശ്വാസനാളത്തെ ബാധിക്കും. പലപ്പോഴും അത് വലിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ശ്വാസകോശത്തെയൊക്കെ ബാധിക്കുന്ന രീതിയിൽ, ശ്വാസതടസ്സം ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ തന്നെയും അത് ബാധിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കഴുത്തിന് പരിക്കേറ്റത് രക്തക്കുഴലുകളെയും ശ്വാസനാളത്തെയും ഒക്കെ ബാധിക്കും. പലപ്പോഴും ഈ പെല്ലറ്റ് ഗൺ പ്രയോഗം ആൾക്കൂട്ടത്തിന് നേരെയാകുമ്പോൾ ഏത് ഭാഗത്ത് ശരീരഭാഗത്ത് കൊള്ളുമെന്നറിയില്ല. നെഞ്ചിലാണ് പെല്ലറ്റ് പതിക്കുന്നതെങ്കിൽ അത് വാരിയല്, ശ്വാസകോശം, ഹൃദയം, രക്തക്കുഴൽ ഇതിനെയൊക്കെ ക്ഷതമേൽക്കുന്നതിനിടയാക്കും. ഹൃദയത്തിനെയൊക്കെ നേരിട്ട് ബാധിക്കുന്ന രീതിയിൽ, പരിക്കേൽക്കുന്ന രീതിയിൽ അത് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന് വയർ. നമ്മുടെ വയർ ഭാഗത്ത് കരൾ, പ്ലീഹ, വൃക്ക, കുടൽ അങ്ങനെ ആന്തരിക അവയവങ്ങളെയൊക്കെ ബാധിക്കും. ആന്തരികമായി ഉണ്ടാകുന്ന രക്തസ്രാവങ്ങളോ അല്ലെങ്കിൽ ക്ഷതങ്ങളോ അത് മരണത്തിലേക്ക് തന്നെ നയിക്കുന്നതിന് ഇടയാക്കുകയും ചെയ്യും. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും ഈ പെല്ലറ്റ് പ്രയോഗത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം ഉയർത്തുന്നു കണ്ടു. പലരും ഇപ്പോഴും ചികിത്സയിൽ തന്നെയാണ്. ഒരു കുട്ടി പരിക്കേറ്റ ഒരു കുട്ടിയുടെ ആരോഗ്യത്തിന് മെച്ചപ്പെട്ടു വരുന്നു എന്ന ആശ്വാസകരമായ വാർത്ത കൂടി വരുന്നുണ്ട്. ഏതായാലും ഇതാണ് പെല്ലറ്റ് ഗൺ പ്രയോഗം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെയും ഇത് ബാധിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സുപ്രീം കോടതി പറഞ്ഞതും സമാധാനപരമായ സമരങ്ങൾക്ക് നേരെ അടിയന്തര ഘട്ടത്തിലല്ലാതെ പെല്ലറ്റ് ഗൺ പ്രയോഗിക്കരുത് എന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നത് സമരങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കുന്നതാണ്. CJPക്ക് നൽകിയ ഉറപ്പ്, കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പ് ഈ വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം പിൻവലിക്കുമെന്നതാണ്. സംസ്ഥാനങ്ങളിലും പലതരത്തിൽ കേസുകൾ എടുത്തിരുന്നു. അതൊക്കെ പിൻവലിച്ച് ബീഹാറിലൊക്കെ ചില കേസുകൾ പിൻവലിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. എന്താണ് അതിന്റെ ഒരു സാഹചര്യം എന്നതുകൂടി നമുക്ക് പരിശോധിക്കണം.